അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് സഹറ ബത്തൂലിന് ഉമ്മ അതാ ഒരുപാട് പലഹാരങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ബത്തൂൽ മോളെ, ബത്തൂൽ ബത്തൂൽ റൂമിലായിരുന്നു. ആ ഉമ്മ, മോളെ ഇത് നോക്കിക്കേ. ഉമ്മ അവളുടെ കൈകളിലേക്ക് പലഹാരങ്ങൾ എടുത്തു കൊടുത്തു പറഞ്ഞു, ഉമ്മ ഇത് എന്താണ്? മോളെ, ഇത് കേരള ഫുഡാണ്. കേരള ഫുഡോ? ഹോ. അവൾ ആ ഉണ്ണിയപ്പം കഴിച്ചു. മാഷാ അല്ലാ, രസമുണ്ടല്ലോ. അതേ മോളെ, കേരള ഫുഡ്. പിന്നെ വാ, ബീഫും പത്തലും പത്തിരിയും ഒക്കെ ഉണ്ട്. മോൾ കഴിച്ചു നോക്ക്. മോൾ കഴിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഉമ്മ. നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മ. ഇത് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കണം. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഗദ്ദാമ്മ വരട്ടെ കേട്ടോ. അവൾ വരാൻ ടൈമായല്ലോ. ആ ആയിക്കോട്ടെ. എന്തായാലും ഉമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എവിടുന്നാ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആ ഉമ്മ ഉത്തരമൊന്നും പറഞ്ഞില്ല. മോളെ, അതൊക്കെ കിട്ടാനാണോ പണി? ആ, മോള് വയറ് നിറച്ച് കഴിച്ചോ? അൽഹംദുലില്ലാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മ. ഭക്ഷണമെല്ലാം വയറ് നിറച്ച് കഴിച്ചു. അതിൽ പെട്ടെന്ന് പിതാവ് അങ്ങോട്ട് വന്നു. ബത്തൂൽ മോളെ. ആ ഉപ്പ. മോളെ, ഇന്നു മുതൽ മോൾക്ക് പുതിയൊരു ഉസ്താദിനെ ആക്കിയാലോ? നമുക്ക് ഖുർആൻ പഠിപ്പിക്കാൻ. അതെന്താ? അപ്പോൾ ഷെഫി ഉസ്താദ്? ഷെഫി ഉസ്താദിന് ഫാമിലി ഇഷ്യൂസൊന്നും ആയിട്ട് വന്നിട്ടില്ല. വരുമായിരിക്കും. ഇനിയൊരു പക്ഷേ വന്നില്ലെങ്കിലും നമുക്ക് എന്നിപ്പോൾ അവരെ കിട്ടണമെന്ന് വാശി പിടിച്ചാൽ പറ്റില്ലല്ലോ. മോൾക്ക് അത്രയും ദിവസം മതപഠനം നഷ്ടപ്പെടുകയല്ലേ. ബാബാ വേണ്ട, മറ്റൊരാൾ. അതെന്താ മോളെ, എല്ലാവരുടെയും പഠനത്തിനെ കുറിച്ച് അറിയണ്ടേ നമുക്ക്? ഒരാളെ മാത്രം. ബാബാ എന്താണെന്നറിയില്ല, അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. വളരെയധികം നല്ല രീതിയിലാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. മോളെ, നിൻ്റെ ഉമ്മക്ക് ക്ലാസ് കൊടുത്തതിന് ശേഷമാണല്ലോ മോളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഉമ്മയാണ് സെലക്ട് ചെയ്തതും. അതെ, ഇനി മറ്റൊരാൾ. സാരല്ല, നോക്ക്. മോൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മോൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഷെഫി ഉസ്താദ് വരുമില്ലെങ്കിൽ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ സഹറ ബത്തൂലിനെ വല്ലാത്ത സങ്കടമായിരുന്നു. പക്ഷെ പിതാവ് പറഞ്ഞല്ലേ, അത് നിരസിക്കുന്നത് ശരിയല്ലല്ലോ. ഒരിക്കൽ പോലും അവൾ ഷെഫി ഉസ്താദിൻ്റെതല്ലാത്തൊരു ക്ലാസ് ആഗ്രഹിച്ചിരുന്നില്ല. റബ്ബേ, ഷെഫി ഉസ്താദ് എന്നെ കണ്ടറിഞ്ഞ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട രീതിയിൽ അദ്ദേഹം ക്ലാസ് എടുത്തു തരും. മോളെ, സാരമില്ല. എന്തൊക്കെ തന്നെയായാലും അത് സഹ്റ ബത്തുൽ തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും നിർദ്ദേശം അനുസരിക്കുകയാണ്. അവളൊരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പിക്കരഞ്ഞു. അവൾ അവളുടെ ക്ലാസ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇരുന്നു. ഒന്നും മിണ്ടാതെ സൈലൻ്റായി അവൾ ഇരിക്കുകയാണ് ആ ക്ലാസ്സിൽ. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് അറിയുന്നില്ല. സാരല്ല, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നന്മയല്ലാതെ തരില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സഹ്റ ബത്തൂലിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, റബ്ബേ, ഒരിക്കലും എൻ്റെ മാതാപിതാക്കൾ എന്നെ കൈവിടില്ല എന്നുള്ളത്. അതുകൊണ്ട് അവർ പറഞ്ഞതിനനുസരിച്ച് തന്നെ അവൾ കിതാബുകളെല്ലാം എടുത്തുകൊണ്ട് ആ റൂമിൽ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉസ്താദ് കടന്നു വരികയാണ്. ആ ഒരു ശബ്ദം അവൾ കേൾക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അവൾ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് പതുക്കെ സലാം മടക്കി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല. സഹ്റ ബത്തൂൽ, കൈഫ് ഹാലക്? സെയിൻ, അൽഹംദുലില്ലാ. സഹ്റ ബത്തൂൽ എന്താ, കരയുന്നുണ്ടോ? ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. അതെ, എന്നെ പഠിപ്പിച്ച ഷെഫി ഉസ്താദിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഒരിക്കൽ പോലും അദ്ദേഹം ഇനി വരില്ല. പക്ഷേ എനിക്ക് പുതിയ ഉസ്താദിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗണ്ടിനോട് സാമ്യം തോന്നുകയാണ്. യാ ബത്തൂൽ. എന്താ ബത്തൂൽ ദുഃഖിച്ചിരിക്കുന്നത്? നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കണ്ടേ? ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം, ആ ഒരു വാക്കുകൾ അതവളുടെ ചെവികളിൽ അലയടിച്ചു കൊണ്ടിരുന്നു. എന്താണ് നീ തേങ്ങിക്കരയുന്നത്? എന്താ, നിനക്കെന്താ മിസ്സാകുന്നത്? എനിക്ക് എൻ്റെ പഴയ ഉസ്താദിനെ മിസ്സാകുന്നു. അതെ, നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് എനിക്ക് അതുപോലെ തോന്നുകയാണ്. സോറി ബത്തൂൽ, നമുക്ക് ഉസ്താദ് ഏതെന്നല്ല, അവർ പഠിപ്പിക്കുന്ന ആ ഒരു പാഠത്തിലാണ് നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത്.
ഒരിക്കലും ഉസ്താദിൻ്റെ ഭംഗി കണ്ടിട്ടോ ഉസ്താദിൻ്റെ സ്വരമാധുര്യം കേട്ടിട്ടോ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ശൈലി കേട്ടിട്ടോ അല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനും അതിലെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദിനെ അല്ല നോക്കേണ്ടത്, മറിച്ച് ഉസ്താദ് എന്ത് ക്ലാസ് എടുക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബത്തൂൽ വീണ്ടും വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ ശബ്ദമാണ് അവൾക്ക് കേൾക്കുന്നത്. അവൾ കരയുകയാണ്. ഉസ്താദ്, എന്നോട് ക്ഷമിക്കണം. എന്താ ബത്തൂൽ? അങ്ങയുടെ ശബ്ദം കേട്ടിട്ട് എനിക്ക് എൻ്റെ പഴയ ഉസ്താദിൻ്റെ അതേ ശബ്ദമാണ് കേൾക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? ബത്തൂൽ, അതങ്ങനെ ഇരുന്നോട്ടെ, അതിനെന്താ കുഴപ്പം? സത്യം പറഞ്ഞാൽ മാതാപിതാക്കൾ വരെ ഷെഫി ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതെ, സെഹ്റ ബത്തൂൽ മോൾക്ക് അറിയില്ല കേട്ടോ, ഷെഫി ഉസ്താദ് ഇന്ന് വരികയെന്നും ചോദിക്കും. എന്നാൽ അവിടെ വെച്ചും ചോദിക്കുകയാണ്, ഉസ്താദേ, എൻ്റെ ഷെഫി ഉസ്താദ് എന്ന് വരും? ഷെഫി ഉസ്താദോ? എന്താ മോളെ നീ പറയുന്നത്? ഷെഫി ഉസ്താദിന് ഫാമിലി ഉള്ളതല്ലേ, അവർ വരാത്തത് കൊണ്ടല്ലേ എന്നെ ഏൽപ്പിച്ചത്? അറിയാത്ത രീതിയിൽ അങ്ങനെയും പറയുന്നു. എന്നാൽ നമുക്ക് പാഠം തുടങ്ങിയാലോ? അങ്ങനെ അത് ഖുർആനിലെ ഒരു മഹത്തായ വചനം എടുത്തുകൊണ്ട് ഓതുകയാണ്. ബത്തൂൽ, നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. അവൾക്ക് കാണുവാൻ ഇല്ല, അവിടെ അലൗഡല്ല, ശബ്ദം മാത്രമാണ്. ഉസ്താദേ, എനിക്ക് പറഞ്ഞോളൂ ബത്തൂൽ, എന്തുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആ ഒരു ആയത്തിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അതിൽ യൂസുഫ് നബിയുടെ കഥയായിരുന്നു ഷെഫി ഉസ്താദ് പറയാൻ വേണ്ടി നിൽക്കുന്നത്. അത് തൻ്റെ സഹോദരങ്ങൾ തന്നെ കിണറ്റിലേക്ക് തള്ളിയിട്ട ആ ഒരു രംഗം. ഉപ്പയുടെ അരികിലേക്ക് ചെന്നായ കടിച്ചു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു യൂസുഫ് നബിയുടെ കുപ്പായം, അതും ആടിൻ്റെ രക്തം പുരട്ടി പിതാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയിടുമ്പോൾ ആ പിതാവ് ഹൃദയം പൊട്ടി കരയുന്ന ആ ഒരു കാഴ്ച, ശരിക്കും സത്യം പറഞ്ഞാൽ അതെല്ലാം കേട്ടപ്പോൾ അവൾ കരഞ്ഞു പോവുകയായിരുന്നു. ഉസ്താദേ, എനിക്ക് തെറ്റുപറ്റി പോവുകയാണ്. ബത്തൂൽ, എന്തു പറ്റി? എനിക്ക് അങ്ങയുടെ ശബ്ദം അതെൻ്റെ ഷെഫി ഉസ്താദിൻ്റേതായിട്ട് മാത്രം തോന്നുകയാണ്. ബത്തൂൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരട്ടെ. എന്തു പറ്റി ഉസ്താദ്? ബത്തൂൽ, ഞാൻ തന്നെയാണ് ഷെഫി ഉസ്താദ്. യാ അല്ലാ, അവൾക്ക് തൻ്റെ ആ ഒരു നിമിഷം ആ വാക്കുകൾ അവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഉസ്താദേ, ഉസ്താദ്. അതെ ഷെഫി ഉസ്താദ്, ഞാൻ തന്നെ. നിനക്കൊരു സർപ്രൈസ് തരുവാനാണ് നിൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള നിർദ്ദേശം. അതിനനുസരിച്ച് ഷെഫി ഉസ്താദ് അങ്ങ് എത്തിയോ? എപ്പോഴാണ് അങ്ങ് എത്തിയത്? ഷെഫി ഉസ്താദ്, എനിക്ക് അങ്ങേ ഒന്ന് തൊട്ട് മനസ്സിലാക്കണം. ബത്തൂൽ, പാടില്ല, നമ്മൾ അന്യ സ്ത്രീ പുരുഷന്മാരാണ്. ശരിയാണ്, നീ എൻ്റെ ശിഷ്യയാണ്, ഞാൻ നിൻ്റെ ഉസ്താദാണ്. പക്ഷേ അതൊരിക്കലും പാടുള്ളതല്ല. എനിക്കൊന്ന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടി മാത്രമാണ്. എന്നെ തൊട്ടാൽ നിനക്ക് എങ്ങനെ ഉറപ്പ് വരുത്താനാവും? ഇതിനു മുമ്പ് നീ എന്നെ സ്പർശിച്ചിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല ശരിക്ക്, അല്ലേ? അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. ഉസ്താദേ, ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾക്ക് എന്ത് സമ്മാനം ഞാൻ നൽകും? മോളെ, ഒന്നും വേണ്ട. നിൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ഉസ്താദായ ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അത് മതി. ഉസ്താദേ, അങ്ങ് തന്ന ക്ലാസ്സുകൾ എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. പഴയകാലത്തെ ചോദ്യങ്ങളെല്ലാം ഷെഫി ഉസ്താദ് ചോദിച്ചു. അതിനെല്ലാം വ്യക്തമായും കൃത്യമായും മറുപടി പറയുന്നുണ്ടായിരുന്നു അവൾ. മാഷാ അല്ലാ, മിടുക്കി മോളാണ് കേട്ടോ. നിന്നെ സമ്മതിച്ചു. 1 മാസത്തെ ഗ്യാപ്പ് വന്നിട്ട് നീ കറക്റ്റായിട്ട് എല്ലാ ഉത്തരങ്ങളും നീ അറ്റൻഡ് ചെയ്തിരിക്കുന്നു. ഉസ്താദേ, അങ്ങ് പഠിപ്പിച്ചു തന്നാൽ എനിക്ക് അറ്റൻഡ് ചെയ്തിരിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിനോട് ആ പെൺകുട്ടിക്ക് അടങ്ങാത്ത പ്രണയമാണോ ബഹുമാനമാണോ എന്തോ അറിയില്ല. അവൾക്ക് ഷെഫി ഉസ്താദെന്ന് കേട്ടപ്പോഴേ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ്. ഉസ്താദേ, ഞാൻ ഇപ്പോൾ വരാം. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അത് പോകുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും അരികിലേക്ക്. ഉമ്മി,
ബാബാ നിങ്ങൾ മോളെ എന്താ ഷെഫി ഉസ്താദ് വന്നില്ലേ? ഞാൻ കഴിച്ച കേരള ഫുഡ് അദ്ദേഹം കൊണ്ടുവന്നതായിരുന്നു. ഞാൻ അറിഞ്ഞില്ല ഉമ്മ. ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ ക്ലാസ്സായിരുന്നു ഇഷ്ടമെന്ന്. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി ആ ശബ്ദം അത് ഷെഫി ഉസ്താദിൻ്റെ തന്നെയായിരുന്നു. മോളെ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയതാണ്. മാഷാ അല്ലാ. ആ ഉമ്മയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. മോള് കരയണ്ട, ഷെഫി ഉസ്താദ് വന്നല്ലോ. എന്നാൽ മോള് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. ആ സത്യം പറഞ്ഞാൽ അവൾക്ക് വിശ്വസിക്കുവാനേ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു അത്. ഷെഫി ഉസ്താദ്, ബത്തൂൽ നീ വന്നോ? ആ വന്നു ഉസ്താദേ. ഞാൻ എന്താ നിങ്ങൾക്ക് പ്രതിഫലം തരേണ്ടത്? എനിക്ക് അങ്ങില്ലാതെ അങ്ങയുടെ വാക്കുകൾ എനിക്ക് ജീവിതം കൂടുതൽ എൻ്റെത് മനോഹരമാക്കിയത് അങ്ങയുടെ ആ ഒരു വാക്കുകളും അങ്ങയുടെ വിശദീകരണവും ആയിരുന്നു. ബത്തൂൽ, നമുക്കൊന്ന് പുറത്തു പോയാലോ? പ്രകൃതിയിലെ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഖുർആനിൽ പറഞ്ഞതെല്ലാം കണ്ടും കേട്ടും പഠിക്കണ്ടേ? ഇൻഷാ അല്ലാ. ആ ആയിക്കോട്ടെ. അവളെയും കൊണ്ട് പുറത്തു പോകുവാൻ ബത്തൂൽ തന്നെ ചോദിക്കുകയാണ്. ഉമ്മി, അബി, ഉസ്താദിൻ്റെ കൂടെ പുറത്തു പോകണം. ഖുർആനിൽ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ അതെല്ലാം എനിക്ക് കാണണം, ആസ്വദിക്കണം. മോളെ അത് കേട്ടപ്പോൾ ആ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സൊന്ന് പിടിച്ചു. അറബി പറഞ്ഞു, ആയിക്കോട്ടെ ഷെഫി ഉസ്താദിനെ എനിക്ക് വിശ്വാസമാണ്. എനിക്ക് നല്ല വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. എനിക്കൊന്നുമില്ല. പക്ഷേ ഒറ്റയ്ക്ക് വിടുന്ന കാര്യത്തിൽ അവർക്ക് പടച്ച റബ്ബിനെ ഭയമുണ്ട്. ശരിയാണ്, ഷെഫി ഉസ്താദ് വളരെയധികം വിശ്വസ്തനായ ആളാണ്. എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ. എന്തായാലും വേണ്ടിയില്ല, അവളുടെ ഷെഫി ഉസ്താദ് തിരിച്ചെത്തിയല്ലോ, അത് മതി നമ്മളുടെ മോളുടെ സന്തോഷം. അതൊക്കെ നമ്മൾ അതേടി, അവളുടെ സന്തോഷം മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം. അവൾക്കൊത്തിരി ഇഷ്ടമായിരുന്നു ഷെഫി ഉസ്താദിനെ. അവൾക്ക് കൂടുതൽ അവളുടെ ജീവിതം, ഭൂമി എന്താണ് ആകാശം എന്താണെന്ന് പറഞ്ഞു കൊടുത്തത് അവൻ തന്നെയാണ്, അതിൻ്റേതായ ശരിക്കുള്ള രീതിയിൽ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം. അതെ ബാബാ, സത്യമായിട്ടും നമ്മളുടെ മോള് ഒന്നുകൊണ്ടും നീ വിഷമിക്കണ്ട. നമ്മളുടെ മകൾക്ക് പറ്റിയ ഒരാളെ തന്നെയാണ് അവൾക്ക് ഉസ്താദായി ലഭിച്ചിട്ടുള്ളത്. അതിൽ അറബിച്ചിയും നല്ല സന്തോഷത്തിലുമാണ്. കാരണം ഞങ്ങളുടെ മകളുടെ ഭാവി സന്തോഷം അതായിരുന്നു അവർ ആഗ്രഹിച്ചത്. അത് ഉസ്താദിൽ നിന്ന് കിട്ടുന്നുണ്ട് തൻ്റെ മകൾക്ക് എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് അതിയായ സന്തോഷം തന്നെയാണ്. എന്തായാലും ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം കറക്റ്റ് സമയത്ത് തന്നെ തിരിച്ചെത്തി. അതും വലിയൊരു സന്തോഷം. തൻ്റെ മകൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുവാനും കഴിഞ്ഞു. അവൾ സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഷെഫി ഉസ്താദ് നേരെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വിളിക്കുകയാണ്. ഉമ്മ കാത്തിരിക്കുകയാണ്. തൻ്റെ മകൻ്റെ മുഖം വീഡിയോ കോളിലൂടെ കണ്ട ഉമ്മ ഒരുപാട് സന്തോഷിച്ചു. മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് അവിടെ സുഖമല്ലേ? ഉമ്മ, അൽഹംദുലില്ലാ. എല്ലാവരും മോനെ മറന്നിരുന്നോ? ഇല്ല ഉമ്മ, എന്നെ സ്വീകരിക്കാൻ എല്ലാവരും എയർപോർട്ടിലേക്ക് എത്തിയിരുന്നു. മാഷാ അല്ലാ. ഉമ്മാൻ്റെ ദുആ എപ്പോഴും ഉണ്ടാവും കേട്ടോ കൂടെ. നല്ല രീതിയിൽ ഉമ്മാൻ്റെ കുട്ടി അവിടെ ജീവിച്ചോളൂ. നാട്ടിൽ നിന്ന് ഏതായാലും എൻ്റെ കുട്ടിക്ക് സുഖമൊന്നും കിട്ടിയിട്ടില്ല. അവിടെ നിന്നെങ്കിലും എൻ്റെ കുട്ടിക്ക് സുഖവും സമാധാനവും ലഭിക്കട്ടെ. ഉമ്മ അതായിരുന്നു അപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത്. ഉമ്മ, അൽഹംദുലില്ലാ, ഇവിടുത്തെ ജീവിതം വളരെയധികം നല്ലതാണുമ്മ. എല്ലാവർക്കും എന്നെ ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ. മോൻ തുടങ്ങിയോ? ഉമ്മ, സ്കൂൾ തുറന്നില്ലല്ലോ, പക്ഷേ ഇപ്പോഴത്തെ ഡ്യൂട്ടി എനിക്ക് ഖുർആൻ ക്ലാസ് എടുക്കുക എന്നതാണ്. മോനെ, എൻ്റെ മോൻ ആഗ്രഹിച്ചത് തന്നെ പടച്ച റബ്ബ് നിനക്ക് തന്നല്ലോ. നമ്മൾ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. എൻ്റെ മോൻ ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോകുമ്പോഴും മോൻക്കിഷ്ടം മദ്രസ വിട്ട് പോകുന്നതിൻ്റെ ആ ഒരു വിഷമമായിരുന്നു. എന്നാൽ അറബ് നാട്ടിൽ അതിനേക്കാൾ നല്ലൊരു ജോലി എൻ്റെ കുട്ടിക്ക് കിട്ടിയെന്നതിൽ വളരെയധികം ഉമ്മാക്ക് സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു, പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഖുർആൻ വിട്ടുള്ള ജോലിയൊന്നും വേണ്ട, എൻ്റെ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചത് അതാണ് റബ്ബേ എന്ന്. എന്നാൽ എൻ്റെ പൊന്നുമോൻക്ക് കിട്ടിയ ആ ജോലി മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഏറ്റവും ഹൈറായ ജോലി തന്നെ കിട്ടിയിരിക്കുന്നു. അതും അറബ് നാട്ടിൽ എന്ന് വെച്ചാൽ എന്താണ്, വളരെയധികം മനസ്സിന് സന്തോഷവും അതുമാത്രമല്ല മോൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതവും ലഭിക്കുന്ന ഒരിടത്ത് കിട്ടുകയെന്ന് വെച്ചാൽ അത് മോൻ്റെ ഭാഗ്യം തന്നെയാണ് കേട്ടോ. മോൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, പടച്ച റബ്ബ് കൂടെ ഉണ്ടാവും. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് സംസാരിച്ചപ്പോൾ അത് വളരെയധികം
സന്തോഷകരമായി. എന്നാൽ സീനത്ത് തൻ്റെ ഭാര്യയായ സീനത്തിനെ വിളിക്കുവാൻ വേണ്ടി ഉസ്താദ് ഉമ്മ പറഞ്ഞു, മോനെ ഓൾക്കൊന്ന് വിളിച്ചേക്ക്. ഉമ്മ, ഞാൻ വിളിച്ചാൽ ഓൾ സംസാരിക്കോ? മോനെ, നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കണം ഉമ്മ. അത് ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തന്നെ അവൾക്ക് ഇഷ്ടമല്ല. നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എങ്കിലും റബ്ബേ, ത്വലാഖ് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിങ്ങലാണ്, അത് വല്ലാത്തൊരു വേദനയാണ്. ഷെഫി ഉസ്താദ് അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ ബിസിയാണ്. ഷെഫി ഉസ്താദിൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി. വീണ്ടും വിളിച്ചു. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ മറ്റൊരാളുമായി സംസാരിക്കുകയോ പരിധിക്ക് പുറത്തോ ആയിരിക്കും. ഷെഫി ഉസ്താദിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അതെ സീനത്ത്, അവൾക്ക് എന്നെ ഇഷ്ടമല്ല. അവൾ എന്നേക്കുമായി എന്നെ വെറുത്തതാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വിളിച്ചപ്പോൾ അവൾ ഫോൺ ബിസിയാക്കുകയാണ് ചെയ്തത്. സ്വസ്ഥമായി സംസാരിക്കാനും പറ്റില്ല, അപ്പോഴേക്കും വരും കോള്. മോളെ, ഉമ്മയുടെ വിളി. എന്താ മോൻ വിളിച്ചിരുന്നല്ലോ? അതെ, ഞാൻ ക്ലാസ് കേൾക്കണം ഇവിടെ, അതിൻ്റെ ഇടയിലാണ് വിളിക്കല്. മോളെ, ഈ സമയത്ത് ക്ലാസ് ഉണ്ടോ? എന്നാലിപ്പോൾ ഫോണൊന്നും എടുക്കണേനെന്താ? ഉമ്മ, സൂമിലെ ക്ലാസ് ഉണ്ടാകുമ്പോൾ കോളൊന്നും എടുക്കാൻ പറ്റൂല. ഉമ്മാക്ക് വല്ലാത്ത സങ്കടം. മോളെ, മോൻക്ക് എന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു, അതുകൊണ്ടായിരിക്കും. എൻ്റെ പൊന്നാരുമ്മ, ഇങ്ങനൊന്ന് മിണ്ടാതിക്കണുണ്ടോ? ഷെഫി ഉസ്താദിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ത്വലാഖിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. റബ്ബി ഏറ്റവും വെറുക്കപ്പെട്ട സംഭവമാണ് ത്വലാഖ്. ഒരു പെണ്ണ് കാരണം ആണിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അവൾക്ക് പരാജയമായിരിക്കും. പാവം നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ നന്നാവും എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ. എന്താണെന്നറിയില്ല, മനസ്സിൽ നിന്ന് സീനത്ത് മാഞ്ഞു പോകുന്നില്ല. ഒന്നുകിൽ അവളെ നിക്കാഹ് കഴിച്ച ആളല്ലേ ഞാനൊരു ഭർത്താവല്ലേ, എനിക്കറിയാം അവൾ ശരിയാകുമെന്ന്. അതുകൊണ്ടാണ് റബ്ബേ ഞാൻ ഇത്രയധികം ക്ഷമിക്കുന്നത്. വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, കാണുമ്പോൾ മുഖം മാറ്റുന്നു, അങ്ങനെ പല രീതിയിലുള്ള എന്തെന്നറിയില്ല. ത്വലാഖ് അള്ളാഹു ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സംഭവമാണ് റബ്ബേ. അത് ചെയ്യുവാൻ എൻ്റെ കൈകൾ അതിന് പ്രേരിപ്പിക്കല്ലേ അല്ലാ. അതിനു മുമ്പായിട്ട് അവളുടെ സ്വഭാവം ഒന്ന് നന്നായിരുന്നെങ്കിൽ. അപ്പോഴും നിഷ്കളങ്കമായ ഉസ്താദ് അതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ നന്മ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ. എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദ് അധികം ബുദ്ധിമുട്ടാതെ പ്രയാസത്തിലാകാതെ അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പെട്ടെന്ന് അറബി വിളിക്കുന്നു. യാ ഷഫീഖ്. ഉസ്താദ് തിരിഞ്ഞു നോക്കി. ഷഫീഖ്, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്തു കാര്യം? അതായത് നമ്മളന്ന് ഒരു കുഞ്ഞിനെ കാണാൻ പോയിരുന്നല്ലോ. ഒരു നിമിഷം ഷെഫി ഉസ്താദ് അത് ഓർത്തു. റബ്ബേ, ഫർസാന പറഞ്ഞ ആ ഒരു കുഞ്ഞ്, റബ്ബേ അതായിരിക്കുമോ? മോനെ, ആ കുഞ്ഞിനെ പോകാൻ നമുക്കൊന്ന് പോകണം. ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടിത്തരിച്ചു. അതെ, നൂറുദ്ദീൻ. അവനെ കാണാൻ ഞാൻ പേര് വെച്ച നൂറുദ്ദീൻ, അത് ഫർസാന പ്രസവിച്ച മോനെ. ഒരു പ്രത്യേകതയുണ്ട് അതിന്. അതായത് സെയ്ഫ് അറബിയുടെ 2ാം ഭാര്യ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ആ കുഞ്ഞിനെ ഒന്ന് കണ്ടുവന്നാലോ? ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ. റബ്ബേ, അതെ, അത് തന്നെ, ഫർസാനയുടെ കുഞ്ഞ്. എന്നാൽ അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദിന് വല്ലാത്തൊരു ഉത്സാഹമാണ് ഉണ്ടായത്. അർബ, ഞാനുണ്ട് എന്തായാലും ആ കുഞ്ഞിനെ കാണാൻ. ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു ഉന്മേഷം, ആ ഒരു സന്തോഷം, അത് അറബിയിലും അറബിച്ചിയിലും സന്തോഷം പരത്തി. കൂടെ സഹർ ബത്തൂലും ഉണ്ട്. എന്തായാലും മനോഹരമായ ഒരു യാത്രയായിരിക്കും അത്. അങ്ങനെ അവർ ഫർസാനയുടെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി സെയ്ഫ് അറബിയുടെ വീട്ടിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.